സർ ഐസക് ന്യൂട്ടൻ 1642 ജനിച്ച് 1726 അദ്ദേഹം മരിച്ചു. നമുക്കറിയാം, ലോകത്തെ അത്ഭുതം സൃഷ്ടിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. ലോകത്തെ മാറ്റിമറിച്ച, ലോകത്തെ ഏറ്റവും സമുന്നതമായ 100 വ്യക്തിത്വങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളതാണ് ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്നത്. ഐസക് ന്യൂട്ടൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമാണ്. അതായത് ഐസക് ന്യൂട്ടൻ ജനിക്കുന്നതിന് 3 മാസത്തിന് മുമ്പ് പിതാവ് മരിച്ചു. 3 വയസ്സായപ്പോൾ അമ്മ ഐസക് ന്യൂട്ടനെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തേടിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാല്യകാലം, ആ ഒരു കുട്ടിയുടെ ബാല്യം എങ്ങനെയായിരിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. അവൻ പലപ്പോഴും വിഷാദിയായി മാറി. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആ വിഷാദത്തിൻ്റെയും ആ വിഷമങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലുള്ള ബാല്യവും ശൈശവകാലം എന്ന് പറയുന്ന വളരെ ഇതായിരുന്നു. അങ്ങോട്ട് ബാല്യത്തിലോട്ട് പോയപ്പോഴും ഐസക് ന്യൂട്ടൻ്റെ സ്ഥിതി വ്യത്യസ്തമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മൾ ആ കുട്ടി എന്ത് ചെയ്യും, മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ഒറ്റപ്പെടൽ അനുഭവിക്കും. അപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിച്ചാണ് അയാൾ വളർന്നത്. മാത്രമല്ല, ഐസക് ന്യൂട്ടനെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ ഐസക് ന്യൂട്ടനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഠേനായ കുട്ടിയാണെന്നാണ് കൂട്ടുകാർ അവനെ കളിയാക്കിയത്. ഈ മഠേനായ കുട്ടി എന്ന് പറഞ്ഞ് കളിയാക്കിയ കുട്ടികളുടെ മുന്നിൽ അവൻ ഒരിക്കൽ തെളിയിച്ചു താൻ ഏറ്റവും മിടുക്കനായ കുട്ടിയാണെന്ന്. അവൻ പഠിച്ചു മഠേനെന്ന് വിളിച്ചവരുടെ മുന്നിൽ അവൻ മഹാപ്രതിഭയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് അവൻ മുന്നേറിയത്. അവൻ്റെ കണ്ടുപിടുത്തങ്ങളും ഭ്രമണപഥവും സൗരയൂഥവും എല്ലാം അവൻ്റെ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിൽ വിസ്മയം തീർത്തു. അപ്പോൾ അവൻ എന്ന് പറയുന്നത്, അവൻ്റെ അമ്മ കുറച്ചു കാലത്തിന് ശേഷം, രണ്ടാനച്ഛൻ മരിച്ചതിന് ശേഷം അവരൊരു സമ്പന്നയായിട്ട് മാറി തിരിച്ചു വന്നു. മകനെ കൃഷിപ്പണിയൊക്കെ ഏൽപ്പിച്ചെല്ലാം നോക്കി. പക്ഷെ ഒരിക്കലും അവനതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഭൂമി, നമ്മുടെ പ്രപഞ്ചത്തെ മാറ്റിമറിച്ച ഒരു സിദ്ധാന്തമായിരുന്നു ഗുരുത്വാകർഷണ സിദ്ധാന്തം. എല്ലാവരും കളിയായിട്ട് പറയുമായിരുന്നു, ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ അല്ല ചക്കയാണ് വീണതെങ്കിൽ ഇന്ന് ഐസക് ന്യൂട്ടൻ നമ്മളോട് ഇത്രയും ശാസ്ത്ര സംഭാവനകൾ ചെയ്യുവാൻ കാണില്ല എന്ന് കളിയാക്കി പറയുമായിരുന്നു. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ വീണ ആപ്പിൾ എന്തുകൊണ്ട് താഴോട്ട് പതിച്ചു? ഈ താഴോട്ട് പതിക്കുവാനുള്ള സമയമെടുത്തത് എത്രയാണ്? അദ്ദേഹത്തിൻ്റെ തലയിൽ ആണ് വീണതെന്നും പറയുന്നു, അല്ല അദ്ദേഹത്തിൻ്റെ മുൻപിലാണ് വീണെന്നും പറയുന്നു. ആ ആപ്പിൾ മരത്തിൽ എന്തായാലും ആപ്പിള് വീണത് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം, ഈ ആപ്പിള് വീഴുമ്പോൾ ഇതിൻ്റെ സ്പീഡ് എങ്ങനെയായിരിക്കണം? നമുക്കറിയാം, മുകളിൽ നിന്ന് താഴെ വീഴുമ്പോൾ അതിൻ്റെ സ്പീഡിനെ നമുക്ക് കണക്കാക്കാം. പക്ഷേ ആ സ്പീഡിൻ്റെ വ്യത്യാസങ്ങൾ കൂടി കണക്കാക്കണമല്ലോ. അപ്പോൾ ആ വ്യത്യാസങ്ങൾ അദ്ദേഹം ചിന്തിച്ചു. അപ്പം സൗരയൂഥം, നമുക്കറിയാം ഭ്രമണപഥത്തിൽ ഇങ്ങനെ സൂര്യനും ചന്ദ്രനുമൊക്കെ ഇങ്ങനെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയും എല്ലാം ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലൂടെയാണ് ലോകത്തിൻ്റെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ അപ്പാടെ മാറ്റിമറിച്ചത്. ഐസക് ന്യൂട്ടനെ പോലുള്ള ഒരു ബുദ്ധിരാക്ഷസൻ എന്ന് പറയുന്ന ആ ബുദ്ധിരാക്ഷസൻ അന്നത്തെ കാലഘട്ടം അതാണെന്ന് നോക്കണം. ആ കാലഘട്ടത്തിൽ നാടിനെ മാറ്റിമറിച്ചു. ലോകത്തെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ മാറ്റിമറിക്കുവാൻ ഇടയായത്. കാരണം ഈ ഗുരുത്വാകർഷണ നിയമം അന്ന് വരെയുള്ള എല്ലാ സിദ്ധാന്തങ്ങളെയും അന്ന് വരെയുള്ള സിദ്ധാന്തങ്ങളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? മാറ്റിമറിച്ചു. ഐസക് ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തങ്ങളും പ്രബന്ധങ്ങളും പിന്നെ ലോകത്തിന് വിസ്മയമാണ് തീർത്തത്. ഇന്നും സർ ഐസക് ന്യൂട്ടൻ ലോകത്തിൻ്റെ അത്ഭുതമായി നിലകൊള്ളുകയാണ്.